പഠിപ്പിക്കുന്നത് ഒരു മരം വരച്ചിട്ട് എങ്ങനെയാണ് അതിന് കളറ് കൊടുക്കണ്ടേ എന്നാണ്. അപ്പോൾ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കുറച്ച് മരങ്ങൾ പഠിച്ചിരിക്കണം, കുറച്ച് വീടുകൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മരം വരയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ കുട്ടികൾ മരമൊക്കെ വരയ്ക്കാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അപ്പോൾ ഇതുപോലെ ഒരു 2 വര വരയ്ക്കുക. റൂട്ട്സൊക്കെ ഈ ഭാഗത്തല്ലേ വരിക, വേരുകളൊക്കെ ഇതൊക്കെ ഇപ്പം നമുക്കറിയാലോ അല്ലേ. അങ്ങനെ വേരുകളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ മരത്തിന് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് അധികം വണ്ണം വേണം. പിന്നെ ഒരു കൊമ്പ് ഇങ്ങോട്ട് പോയി, മരത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതിലെന്തുണ്ടാവും, അപ്പോൾ ഇതിലൊക്കെ കുറച്ചും കൂടെ ലീവ്സ് വരും. ഇവിടെ കുറച്ച് ഇലകൾ വന്നു. പിന്നെ ഈ മരം ഒന്നും കൂടി മുകളിലേക്ക് പോയപ്പോഴാണ് ഒരു കൊമ്പിന് ഇങ്ങോട്ട് പോകാൻ തോന്നിയത്. അപ്പോൾ ആ കൊമ്പ് ഇങ്ങോട്ട് പോയി ഉണ്ടോ. അപ്പോൾ ഇവിടെ 1-2 ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു. ഇവിടെയും കുറച്ച് ലീവ്സ് വന്നു. ഇനി ഈ മരം കുറച്ചിങ്ങനെ പോയി, കുറച്ചൊക്കെ വളഞ്ഞൊക്കെ പോയി. നിങ്ങൾ കണ്ടിട്ടില്ലേ, മരത്തിന് ഇങ്ങനെ വളവുകളൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ കുറച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി, ഇവിടെ കുറച്ച് ലീവ്സ്, ഇവിടെയും കുറച്ച് ലീവ്സ് വന്നു. എന്നിട്ട് പിന്നെ ഈ മരത്തിന് ഇത്രയും പൊക്കമുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ബ്രാഞ്ചസ് വന്നിട്ട് ഇവിടെയും കുറച്ച് ലീവ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മരം. ഈസി അല്ലേ വരയ്ക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് അറിയണ പോലെയൊക്കെ വരച്ചാൽ മതി. മരത്തിന് എങ്ങനെ കളർ ചെയ്യണേന്ന് പഠിപ്പിക്കാനാണ് ടീച്ചർ ഈ മരം വരച്ചത്. അപ്പോൾ ഇവിടെ ലാൻഡ് വേണം അല്ലേ, ലാൻഡ് വരച്ചു. ഇനി എന്താ നമ്മൾ വരയ്ക്കേണ്ടേ, ഇത് മതിയല്ലേ, നമുക്കിതൊന്ന് കളർ കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പേപ്പറിൻ്റെ ഇങ്ങേ അറ്റത്ത് മരം, ഈ അറ്റത്ത് മരം നിൽക്കുമ്പോൾ ഇവിടെ കുറേ വെയിറ്റ് ഉള്ളത് പോലെ നമുക്ക് തോന്നും. അപ്പം നമുക്ക് ഈ ഭാഗം ഒന്നുമില്ലാണ്ട് നിൽക്കല്ലേ, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പുല്ലുകൾ വരയ്ക്കണം, എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ഇവിടെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു സൂര്യനെ വരയ്ക്കാം. അപ്പം അതിൻ്റെ പേപ്പർ ബാലൻസ് കറക്റ്റാവും. ഇവിടെയും കൂടെ വെയിറ്റ് ഉണ്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൂര്യന് ചുറ്റും കുറച്ച് ബ്ലൂ കളർ കൊടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആകാശം മൊത്തത്തിലൊന്നും കളർ കൊടുക്കണ്ട, നമ്മൾ കുറേ കളർ കൊടുത്തതല്ലേ ആകാശം മൊത്തം. അപ്പോൾ ടീച്ചർ ഇവിടെ കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പം നമ്മൾ സൂര്യന് ഇപ്പോൾ ഇതുപോലെയാണ് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മരത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഈ മരത്തിൽ ലൈറ്റ് വരുന്നത്, സൂര്യൻ ഏത് ഭാഗത്താണ് നിൽക്കണത്, ഈ റൈറ്റ് സൈഡിലല്ലേ. അപ്പോൾ ഇവിടെയാണ് സൺലൈറ്റ് തട്ടണത്. ഇവിടെ സൺലൈറ്റ് തട്ടണം, ഇവിടെ സൺലൈറ്റ് വരണം, ഇവിടെയും സൺലൈറ്റ് വരണം, ഇവിടെയും സൺലൈറ്റ് വരണം അല്ലേ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ സൺലൈറ്റ് വരുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെ സൺലൈറ്റ് തട്ടാത്ത ഭാഗങ്ങളാണ് കണ്ടോ. അത്ര തന്നെ സൺലൈറ്റ് തട്ടണില്ല, നേരിട്ട് സൺലൈറ്റ് തട്ടുന്നത് ഇവിടെയാണ്. അപ്പം ഈ ഭാഗത്തൊക്കെ സൺലൈറ്റ് നേരിട്ട് തട്ടാത്ത ഭാഗങ്ങൾ ഈ ഭാഗം. അപ്പൊ ഏത് ഭാഗത്താ സൺലൈറ്റ് തട്ട്, ഈ ഭാഗത്ത് സൺലൈറ്റ് തട്ടും, ഈ ഭാഗത്ത് സൺലൈറ്റ് വരും അല്ലെ. അപ്പൊ നമുക്ക് സൺലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഏത് കളർ കൊടുക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. സൺലൈറ്റ് നേരിട്ട് തട്ടുന്ന ഭാഗത്ത് യെല്ലോ കളറാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഇവിടെ വെക്കാം. ലീവ്സിന് കളർ കൊടുക്കുമ്പോൾ നമ്മൾ സൺലൈറ്റ് കാണിക്കാനായിട്ട് ഈ യെല്ലോ കളറാണ് വെക്കേണ്ടത് കണ്ടോ. അപ്പൊ ഇവിടെ സൺലൈറ്റ് തട്ടുന്നുണ്ട്. അപ്പൊ സൺലൈറ്റ് വരുന്ന ഭാഗത്തെല്ലാം കുട്ടികൾ ചെയ്തെടുത്തോളൂ. അപ്പൊ സൺലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ യെല്ലോ കളർ വെച്ചു. ഇനി കുറച്ചൊക്കെ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് നമ്മൾ ലൈറ്റ് ഗ്രീൻ ആണ് വെക്കേണ്ടത്, ഈ കളർ. അപ്പൊ നമുക്ക് ഇവിടെ ഈ കളർ വെക്കാം, ഈ കളറാണ് വെക്കേണ്ടത് കണ്ടോ. വെച്ച് നമ്മൾ ഈ യെല്ലോ കളർ എടുത്ത് ഈ സൈഡിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ തീരെ സൺലൈറ്റ് തട്ടാത്ത ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ ഈ ഡാർക്ക് ഗ്രീനും വെച്ചു കൊടുത്തു. ഇവിടെ ഏത് കളർ വെക്കണം, ലൈറ്റ് ഗ്രീൻ അല്ലേ. അപ്പൊ ലൈറ്റ് ഗ്രീൻ.
സൺലൈറ്റ് ഇവിടുന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ യെല്ലോ കളറാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഡാർക്ക് ഗ്രീൻ വെച്ചു. അപ്പോൾ ഈ 3 കളർ ടോണുകളാണ് നമ്മൾ ലീവ്സിന് വെക്കേണ്ടത്. അപ്പോൾ ഈ കളർ നമുക്ക് യെല്ലോ കളർ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ ബ്ലെൻഡ് ചെയ്യേണ്ടത് ലൈറ്റ് ഗ്രീനെ കൊണ്ട്. ഈ യെല്ലോ കളറും ലൈറ്റ് ഗ്രീനും ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ ഈ യെല്ലോ കളർ കൊണ്ട് ഇവിടെ ഈ എഡ്ജ് ഒന്ന് കളർ കൊടുക്കാം. രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് കളർ കൊടുത്തു. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ഗാർഡനൊക്കെ ഒരുപാട് പഠിച്ചതാണ്. ഏറ്റവും ആദ്യം ഗാർഡനിൽ നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് ഡാർക്ക് ഗ്രീൻ കൊടുത്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ സൺലൈറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഗ്രീൻ കളറ് ഇവിടെയാണ് വരുന്നത്. ഡാർക്ക് ഗ്രീൻ ഏത് ഭാഗത്ത് വെക്കണം, ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡാർക്ക് കളർ വെച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടികൾക്ക്, നമ്മൾ ഗാർഡൻ പഠിച്ച അതേ റൂൾ തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മരത്തിന്റെ ട്രങ്കിന് കളർ കൊടുക്കാം. അപ്പൊ ഇനി മരത്തിന് നമ്മൾ ഏത് കളറാ കൊടുക്കണ്ടേ? മരം നിങ്ങൾ കണ്ടിട്ടില്ലേ, പല കളറുള്ള മരങ്ങളും ഉണ്ടാവും അല്ലെ. മരത്തിനൊക്കെ ഓരോ മരത്തിനും ഓരോ കളറാണ്. ടീച്ചർ ഇവിടെ ഈ ഒരു കളറാണ് കൊടുക്കാൻ പോണത്. ഇത് എല്ലാവരും നല്ല വൃത്തിയിൽ ചെയ്യണേ. അപ്പൊ മരത്തിന് ഈ ഒരു കളർ നമ്മൾ കൊടുത്തു അല്ലെ. ഇപ്പൊ നമ്മൾ കളേഴ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 2 കളറുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ. ഇവിടെ ഈ ബ്രൗണും ബ്ലാക്കും കളറാണ് ടീച്ചർ ബ്ലെൻഡ് ചെയ്യാൻ പോണേ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കളേഴ്സ് ബ്ലെൻഡ് ചെയ്തില്ലേ, യെല്ലോയും ലൈറ്റ് ഗ്രീനും ഒക്കെ ബ്ലെൻഡ് ചെയ്തു. അപ്പൊ ഇനി ടീച്ചർ എന്താ ചെയ്യുന്നത് അറിയപ്പോ, സൺലൈറ്റ് നേരിട്ട് തട്ടുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. തട്ടാത്ത ഭാഗത്ത് ബ്ലാക്ക് കളർ കൊടുക്കുക. സൺലൈറ്റ് നേരിട്ട് തട്ടാത്ത ഭാഗത്ത് ബ്ലാക്ക് കളർ ഇതുപോലെ കൊടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, പകുതി ഭാഗം കൊടുത്തിട്ടില്ല, ഒരു കുറച്ച് ഭാഗം ടീച്ചർ ബ്ലാക്ക് കളർ കൊടുത്തു ഇവിടേക്ക് അല്ലേ. ഇനി ഇത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റ് ബ്രൗൺ കളർ കൊണ്ട് തന്നെ പതുക്കെ ഈ എഡ്ജിൽ പതുക്കെ ബ്ലെൻഡ് ചെയ്താൽ മതി. ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണല്ലോ, നമ്മളെപ്പോഴും നമ്മൾ പഠിക്കണല്ലേ, ടീച്ചർ ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മരമൊക്കെ കളറ് കൊടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ, ഇനി നമുക്ക് ലാൻഡിന് കളർ കൊടുക്കണ്ടേ. അപ്പോൾ ലാൻഡിന് കളർ കൊടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ മരത്തിന് കൊടുത്ത 3 കളറുകൾ തന്നെയാണ് വെക്കാൻ പോണത്. അപ്പോൾ സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത്, നേരിട്ട് തട്ടുന്ന ഭാഗത്ത് യെല്ലോ കളർ വെക്കണം. കുറച്ചൊക്കെ സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത് ഈ കളർ വെക്കണം. നന്നായിട്ട് സൺലൈറ്റ് കുറച്ചുകൂടെ ഇരുട്ട് വരുന്ന ഭാഗത്ത്, ഇരുട്ടല്ല കുറച്ചും കൂടെ നിഴൽ വരുന്ന ഭാഗത്ത് ഇതും വെച്ചു. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത് ഒരു ട്രീ വരയ്ക്കാനാണ് അല്ലെ. ട്രീ ഒക്കെ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ലാൻഡിൽ ലൈറ്റും ഷെയ്ഡ് വന്നതും കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അവിടെ സൂര്യനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യാം.